ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഒമാനിലേക്ക് പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെറിയൊരു ചായ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ചായ കുടിച്ചതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ കരിമീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഐസ് കളഞ്ഞിട്ട് വരഞ്ഞിട്ട് വറക്കാൻ വയ്ക്കുക. അതാണ് അടുത്ത പദ്ധതിയല്ല, പരിപാടി. ഓക്കെ, ഊരി പോകുന്നു. അപ്പോൾ കരിമീൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഐസ് പോകാനിരിക്കട്ടെ. പോകാനിരിക്കുന്ന കരിമീനാണ് ഈ കാണുന്നത്. ഇതിന് ഐസ് പോയിട്ട് മീനിൻ്റെ ഐസ് പോകാൻ വേണ്ടിയിട്ട് പുതിയൊരു കണ്ടുപിടുത്തം. ഫാനിൻ്റെ ചോട്ടിൽ മീൻ കൊണ്ട് വെച്ചേക്കും. അപ്പം ഐസ് പെട്ടെന്ന് പോകുമെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുവാണ്. എങ്ങനെയാവും എന്നുള്ളത് കുറച്ചു നേരം കഴിഞ്ഞ് കാണാം. ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ അകത്ത് ഐസ് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് പോട്ടെ. മീനിൻ്റെ ഐസ് പോകുന്ന സമയം അവിടെ കളയുന്നതിന് പകരം ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് കരിയാപ്പല പറിക്കാമെന്ന് വിചാരിച്ച് മുറ്റത്തോട്ട് ഇറങ്ങിയിരിക്കുക. ഞങ്ങളുടെ കരിയാപ്പല കാണിച്ചു തരാവേ. പോണില്ലല്ലോ. മീനിൻ്റെ ഐസെല്ലാം പോയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് മീൻ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കരിമീനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. കരിമീൻ തന്നെ 3 തരത്തിലുണ്ട്. A+, A, B. ഇതിൽ B ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. B എന്ന് പറഞ്ഞാൽ ഇടത്തരം, അതായത് വറക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ മേടിക്കുന്ന മീനാണ് B സെക്ഷനിലുള്ളത്. A+ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കരിമീൻ. A എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറുത്, അതായത് കറി വെക്കാനൊക്കെ മുറിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നത്തെ ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വറക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. അങ്ങനെ 3 തരത്തിൽ മീനുണ്ട്. ഇതിപ്പം 2 കിലോ ഞാൻ മേടിച്ചിരിക്കുന്നത്. അതിന് 350 കിലോയ്ക്ക് 350 രൂപയാണ്. ബിക്ക് A+ന് 550, എക്ക് 450, ബിക്ക് 350. അങ്ങനെയാണ് കരിമീൻ്റെ വില നിലവാരം വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ മീൻ ഇങ്ങനെ വരഞ്ഞ് ഈ പാത്രത്തിൻ്റെ അകത്തേക്ക് ഇടാൻ പോവുകയാണ്. വറക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വരഞ്ഞ് ഇടാൻ പോകുന്നു. ഈ കരിമീൻ ഞാൻ മേടിച്ചപ്പോൾ തന്നെ ഇത് ക്ലീൻ ആക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. അപ്പോൾ എന്നെക്കൊണ്ട് ഇങ്ങനെ മീൻ അതിൻ്റെ തോല്, അതായത് കരിമീനിൻ്റെ ചെതുമ്പലെല്ലാം ചെത്തി വീട്ടിൽ വന്നെടുക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ട് മേടിച്ചപ്പോൾ തന്നെ അവരോട് ഞാൻ പറഞ്ഞിട്ടാണ്. അങ്ങോട്ട് ഇട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ചെത്താനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ ഇത്ര എണ്ണം കൂടുതലായതുകൊണ്ട് എന്നെക്കൊണ്ട് ചെത്തിയിട്ടാൽ തീരത്തില്ല. അത് കാരണം ഞാൻ ചെത്തിയാണ് മേടിച്ചത്. അതവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. കരിമീൻ മുളക് തേച്ച് കഴിഞ്ഞ് ഇങ്ങനെ 2 മിനിറ്റ് 3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതങ്ങനെ വെച്ചേക്കുവാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വറക്കുന്നത് കാണിക്കാം, പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ വറുത്തതിന് ശേഷം കാണിട്ടു. പിണങ്ങിയിരിക്കുക കേട്ടോ. കുറേ നേരം ഇങ്ങോട്ടായിരുന്നു തിരിഞ്ഞിരുന്നേ. അപ്പോൾ അവൻ്റെ കാര്യം പറഞ്ഞാൽ അവൻ്റെ മനസ്സിലായി അവൻ്റെ കാര്യമാണെന്ന്. എടാ, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കടാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ടും ഇരിക്കേ. കേൾക്കത്തൊന്നുമില്ല. ഇവിടെ തിരിഞ്ഞിരിക്കടാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് നോക്കിയിരിക്കുക. തിരിഞ്ഞിരിക്കുക. അവിടെ കൊതുക് കടിക്കുന്നു ഇടയ്ക്ക്. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ അവന്. ഇപ്പോൾ പിണങ്ങിയിരിക്കുക അവൻ. അല്ല എടാ ടുട്ടു, നീ പിണങ്ങിയിരിക്കുകയല്ലേ? ആണോടാ ടുട്ടു? പിണങ്ങിയിരിക്കുവാണോ ടുട്ടു? ഇങ്ങ് നോക്കിയേ, നീ പിണങ്ങിയിരിക്കുവാണോടാ? ഇന്നലത്തെ ബാക്കി എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ എയർപോർട്ടിലെത്തി എല്ലാം കവർ ചെയ്ത് പെട്ടി കയറ്റി വിട്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കുറച്ച് ഫുഡ് കഴിക്കണം. ഓക്കെ, ചിലപ്പോൾ ഫുഡ് കഴിക്കണ കാണിക്കാം എന്താ മേടിച്ചതെന്ന്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ്
ഹായ് ഗൈസ്, ഞാനിവിടെ ഇൻ്റർനാഷണലിലെ ലോഞ്ചിൽ ഫുഡ് ഓർഡർ ചെയ്ത് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. ബർഗർ കിങ്ങിലാണ് വന്നത്. ആദ്യമേ ഞാൻ തന്തൂരിയുടെ ഒരു ബർഗറാണ് ഓർഡർ ചെയ്തത്. പക്ഷെ അതിൻ്റെ തന്തൂരി ആക്കുന്ന മെഷീൻ ഓഫായി പോയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫെറി അങ്ങനെ എന്തോ വിളിച്ച് ബർഗറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വരുമ്പോഴത്തേനും അതിൻ്റെ പേര് നോക്കിയിട്ട് ഇവിടെ പറയാവേ. അപ്പോൾ അതേ ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ലോഞ്ച് എന്ന് പറഞ്ഞാൽ ലോഞ്ച് ആക്സസ് ഉള്ളവർക്ക് മാത്രം ഇരിക്കുന്നതല്ല, എല്ലാവർക്കും വേണം, ആർക്കും വേണമെങ്കിലും കയറാവുന്ന തരത്തിലുള്ള ലോഞ്ചിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം ഞാനിത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഓരോരോന്ന് കാണിക്കാവേ. എൻ്റെ ഫുഡ് ഇപ്പോൾ കൊണ്ടു തന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, ഇത് വരുമ്പോഴത്തേനും ഞാൻ ഒന്നുകൂടെ കാണിക്കാട്ടോ ഫുള്ളായിട്ട്. ഓക്കെ, കോള, പിന്നെ ഇതിൻ്റെ അകത്താണ് ബർഗർ ഇരിക്കുന്നത്. ഇത് പൊതിഞ്ഞ് വെച്ചിരിക്കുക. നിവർത്തി കഴിഞ്ഞിട്ട് ഇത് ബർഗറാണ്. ഈ ബർഗർ തുറന്നിട്ട് ഇത് ചിക്കൻ ബർഗർ തന്നെയാണ്. ഫെറാറി അല്ല, അങ്ങനെ എന്തൊരു പേരാണ് പറഞ്ഞത്. ഇത് ചിക്കൻ ചീസൊന്നും ഇല്ലാത്ത ഇച്ചിരി സ്പൈസിയാണ്. കുഴപ്പമില്ല, അടിപൊളി. ഇതിൻ്റെ പൊതിയൊന്ന് അഴിച്ച് നോക്കട്ടെ. മയണൈസ് ഫുള്ള് കയ്യിൽ പറ്റും. മയണൈസും ചീസും കൊക്കക്കോള ഒന്ന് കുടിച്ചോക്കട്ടെ. നല്ല ചൂട് വാവുള്ളി പോയി. കുഴപ്പമില്ല, അടിപൊളി. ഇത് സാധാ, ഞാൻ നേരത്തെ പറഞ്ഞു, സാധാ ലോഞ്ചാട്ടോ. ലോഞ്ച് ആക്സസ് മാത്രമുള്ളവർക്ക് കയറാൻ പറ്റുന്നതല്ല, ആർക്ക് വേണമെങ്കിലും കയറാം. പൈസ കൊടുത്ത് നമ്മൾ തന്നെ കാശ് കൊടുത്ത് സാധനം മേടിക്കാം. താഴത്തെ ലോഞ്ച് പോലെയല്ല. വെളുത്തുള്ളിയുടെ പീസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ പേര് ഫെറാറി എന്നൊന്നല്ല, വേറെ എന്ത് പേരാണ്. ചിക്കൻ്റെ പേര് ഫ്രൈഡ് ചിക്കൻ എന്നാണ്. അതിൻ്റെ ചിത്രം ഞാൻ കാണിക്കാം. ലിഫ്റ്റിൽ താഴോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഓൾ ഗേറ്റ്സിലേക്ക് പോയി ഇനി നേരെ താഴോട്ട് പോവാം. ആ ഗേറ്റിൻ്റെ അവിടെ എത്തി. പുറത്തേക്ക് ഇറങ്ങാൻ പോകും. ലോഞ്ചിൽ പോയി ബർഗർ കഴിച്ചതിന് ശേഷം നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്.